പൊന്നുവോ നല്ലോണം അങ്ങ് അടിച്ചുവിട്ട് കൊലായി. നല്ലോണം തന്നെ അടിക്കുന്നേ. എപ്പോൾ അടിച്ചാലും ഒരു വൃത്തി ഉണ്ടാവില്ല, എന്തെങ്കിലും ഉണ്ടാവും കൊലായിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഞാൻ വൃത്തി തന്നെ അടിച്ചാരല്. ഇന്നലെ ഏറ്റവും കാണുന്നുണ്ട് ഈ എറുമ്പും കൂട്ടതാ അതിലേ പോകുന്നത്. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇതാ വൃത്തി നല്ലോണം അടിച്ചാര്. അത് ഇന്നലെ പിള്ളേർ എന്തോ തൊയിച്ചിട്ടതാ, അന്നേരം എറുമ്പ് വന്നത്, അല്ലാണ്ട് ഞാൻ അടിച്ചാരായിട്ടൊന്നല്ല. എപ്പോഴും ഉള്ളതാ. എന്ത് പണിയെടുക്കുമ്പോൾ ഒരു വൃത്തിയിൽ പണിയെടുക്കൂല. അവിടെ എവിടെയൊക്കെ ഇതാക്കിയിട്ട് ഓളോളെ വൈക്ക് പോകും. ഈ ആ സുദേശീനെ മരിയോളെ കണ്ടിക്കോ, ഏത് സമയം നോക്കിയാലും വൃത്തിയാക്കിയും കൊണ്ടാ. ഞാൻ എപ്പോൾ ആ വീട്ടിൽ കയറി ചെന്നാലും ഒരു പൊടി പോലെ ആ വീട്ടിലുണ്ടാവൂല. അതിനിപ്പോൾ ഞാൻ എന്താക്കാനമ്മേ, ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇവിടെ വൃത്തിയാക്കലുണ്ട്. പിന്നെ മക്കൾ തൊയിച്ചിടുന്നതിന് ഓലെ വയ്യ നടക്കാൻ പറ്റും 24 മണിക്കൂറും ചൂലുമായിട്ട്. ഓ എനക്ക് പിന്നെ എന്ത് പറയുമ്പോഴൊരു ന്യായം ഉണ്ടല്ലോ അങ്ങോട്ട് പറയേ. എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്തോളി, അമ്മ എന്നെ അടിച്ചായിരിക്കോളി. വൃത്തിയിലോ വെടുപ്പിലോ എങ്ങനെയാ അടിച്ചായിരിക്കോളി. ഞാൻ വേറെ എന്താ പണി നോക്കട്ടെ. ചമ്മോ, പെണ്ണിനോടൊന്നും പറയേണ്ടില്ലേനു. അടിച്ചായിരുന്നു നിന്റെ തലയിലായി തോന്നിച്ച പഠിച്ചോനെ. ഒന്നും മിണ്ടേണ്ടില്ലേനു ഇതിനോടൊന്നും. അയ്യോ, ഫ്രിഡ്ജ് ഒന്നായിട്ട് പൊയ്ത്തെടുക്കുക. ഒരു നേരം ഉണ്ടാകുമ്പോൾ അതൊന്നും എടുത്ത് തുടക്കിയാൽ ഒന്നായിട്ട് നാറി കിടക്കുകയാണ്. ഒരു നേരം ഒന്നും ഫ്രിഡ്ജ് വൃത്തിയാക്കൂല. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജ് വെള്ളമില്ല. എല്ലാത്തിനും ഇഞ്ച കൈ തന്നെ വേണം. ഓ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചുളിഞ്ഞെടുക്കുന്നുണ്ടോ അന്നേരം വന്ന് പറയൂ വൃത്തിയില്ല, അതില്ല, മറ്റേതില്ല. എത്ര വൃത്തിയാക്കിയാലും ഒരു കുറ്റം പറയാലും മാത്രം. പൊന്നുവാ, എടി പൊന്നുവാ. എന്താ അമ്മ വിളിച്ചിനോ? ഈ കുന്തം ചെവിയിൽ വെച്ചാ കേൾക്കും. എത്ര നേരമായി വിളിക്കുന്നത്? എന്താ അമ്മ വിളിച്ചേ? ആ ഫ്രിഡ്ജ് ഒന്ന് തുടച്ചിനുവാ. അതൊന്ന് പോയി ഫ്രിഡ്ജിനെ നിറങ്ങാണെങ്കിൽ ഏത് നേരവും ചെവിയിലും വെച്ചാണ് കുത്തിന്റെ. എന്തെല്ലാം പണി ഇവിടെ പോലെ. അമ്മ അത് കഴിഞ്ഞ വിഷു കഴിഞ്ഞ സമയത്ത് തുടച്ചതാണ്. പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? എപ്പോഴെപ്പോഴും ഇപ്പൊ തുടയ്ക്കാൻ പറ്റുമോ? ഞാൻ സുദേശിനെ മരോളെ കണ്ടു പഠിക്കും. എന്തെല്ലാം പണി അത് എടുക്കുന്നത്. അതിനൊരു പരാതിയില്ല, പരിഭവവും ഇല്ല. എല്ലാ പണി അത് എടുക്കും. നിങ്ങളൊക്കെ അടുക്കളയിൽ എന്ത് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി ക്ഷീണം പിടിച്ച് വന്ന് കിടന്ന് ചെവിയിൽ ഹെഡ്സെറ്റ് വിട്ടാടെ കിടന്ന് ഒന്നും അറിയണ്ട. അമ്മ എന്നെ കൊണ്ട് കൈ നോക്കെ ഞാനിവിടെ എടുക്കലുണ്ട്. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും പരാതിയില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എപ്പോഴും വിചാരിക്കുക സുദേശിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ഇങ്ങനെ തോന്നിനായിപ്പോയി. ഓ ഏത് സമയം സുദേശിൻ്റെ മരവള് പണ്ടാരക്കാലത്ത് ഇവിടേക്കായിട്ട് അറ്റ് വീണതാ, ബാക്കിയുള്ളവരെ പോയി പറയിപ്പിക്കാനായിട്ട്. എടി ഞാൻ സുദേശിനാണ് പോയരേ. എടി അമ്മയുടെ പോയി. അമ്മ സുദേശിൻ്റെ അവിടേക്ക് എങ്ങാൻ പോയിക്കിന്. ഓ എൻ്റെ കുറ്റം പറയാൻ പോയതായിരിക്കും സുതേച്ചിൻ്റെ അടുത്തേക്ക്. അതെന്തെങ്കിലും ആയിക്കോട്ടെ ജാനേച്ചി. നിങ്ങൾ ചായ അടിച്ചോ? ഞാൻ ചായ കുടിച്ച് മോളെ, എൻ്റെ ചായ ഉണ്ട് ആടി എടുത്ത് വെച്ചിക്കന്. ഞാൻ വരാം. ഓ ജാനേച്ചി പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. അമ്മ രണ്ട് കുറ്റം പറയാൻ തന്നെയായിരിക്കും സുദേശിൻ്റെ അടുത്തേക്ക് പാഞ്ഞതിപ്പോൾ. എന്ത് പണിയെടുത്തൊത്തിട്ടും കാര്യമില്ല, എത്ര വൃത്തിയാക്കിയാലും കുറ്റം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരു സുദേശിൻ്റെ മരോട്, ഓള് വലിയ പുണ്യാളത്തി, വൃത്തിയാക്കുന്നു. ഓള് നാട്ടിലില്ലാത്തൊരു സുദേശിൻ്റെ മരോട് വന്നിട്ട് പണ്ടാരടക്കാനായിട്ട് ഈറ്റാളത്തെ ഓരോന്നിന് തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നാൽ ബാക്കിയുള്ളവരൊരു സ്വൈര്യം ഉണ്ടാവില്ല. സുദേശി അവിടെ ഉണ്ടായിരിക്കും, ഇപ്പം വെറുതെ പോവുകയായിരിക്കും. സുദേശിയെ ഇതാര് ഷീജിയോ? കേറിയിരിക്ക ഷീജിയായ, കേറിയിരിക്കി. ഇരിക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെയാ പോകാണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയിട്ടില്ല. ഇരിക്കി. നിങ്ങൾ എന്തായി പോകാഞ്ഞ ഡോക്ടറെ അടുത്ത്? അത് ഷീജയെ ഞാൻ ഡോക്ടറെ വിളിച്ചു നോക്കുമ്പോ ഡോക്ടർ ഇന്ന് ലീവാന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പോയില്ല. ശരി. നല്ല വൃത്തി ഉണ്ട് കേട്ടോ കൊലായിയൊക്കെ. നിങ്ങളെ മരുവോൾ എപ്പോഴും അടിച്ചാൽ തുടച്ചിടൂല്ലേ? ആ ഷീജക്ക് നല്ല വൃത്തിയാണ്, എപ്പോഴും അടിച്ച് തുടച്ചു. ഒരു ഇത്തിരി പൊടി കാണുമ്പോൾ അവിടെ വന്ന് അടിച്ച് തുടച്ചോളിടും. നിങ്ങളെ ഭാഗ്യാട്ടോ അത്. എപ്പോഴും വീട് ഇങ്ങനെ വൃത്തിയായി കാണുന്നത് തന്നെ ഒരു ഐശ്വര്യല്ലേ. അത് നിങ്ങളെ ഭാഗ്യാണത്. അത് ഇത്ര പറയാനുണ്ടോ ഷീജ? ഞാൻ എപ്പോഴും വിചാരിക്കുക എനിക്ക് നല്ലൊരു മരുവോളെ കിട്ടണേന്ന്. അതുപോലെ തന്നെയായി. അത് ശരിയാ സുദേശിയെ. എൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്താ ഷീജ, പൊന്നു പണിയൊന്നും എടുക്കൂലേ?
പണിയൊക്കെ എടുക്കും സുതേച്ചിയെ. ഒരു പണിക്ക് ഒരു വൃത്തി വേണ്ടേ? അതില്ല. ഒക്കെ അങ്ങ് ശരിയാകും ഷീജയെ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അത് പതിയെ പതിയെ അങ്ങ് ശരിയാകും. ആർക്കറിയാം സുതേച്ചിയെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി. എന്നിട്ട് എടുക്കുന്ന പണിക്ക് ഒരു വൃത്തി ഞാൻ കാണുന്നില്ല. അതൊന്നും സാരല്ലേ ഷീജയെ. ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. കുറേ കയ്യുമ്പാക്ക റെഡിയായി. അത് നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത സുതേച്ചി, ഞങ്ങളെ മരുവോള് നല്ലതായതുകൊണ്ടാ. അങ്ങനെയാണോന്ന് എനിക്കറിയില്ല ഷീജയെ. ഇഞ്ച മരുവളെ കൊണ്ട് എനിക്കിതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എല്ലാ പണിയെടുക്കും, ഞാൻ നല്ലോണം നോക്കുകയും ചെയ്തു. എല്ലാത്തിനും മതിയായ ഒരു മോളാണ്. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സമാധാനമാണ്. ആ സുതേച്ചിയെ, ശരിയാ. എന്നാ ഞാൻ പോട്ടെ. അടക്ക് ചായ അടിച്ചിട്ട് പോകാം. ചായ ഒന്നും വേണ്ടേ? ചായ വേണ്ട, ചായ അവിടെ ഉണ്ടാവും. അവിടെ കുടിക്കാം. അല്ല ഷീജ, എൻ്റെ മരുവളാടല്ലേ? ഓ, ഓളാടെ ഉണ്ട്. എന്നാലായിക്കോട്ടെ സുതേച്ചിയെ, ഞാൻ പോവാ. ഓ, എൻ്റെ മരുവൾ നല്ലതായത് എൻ്റെ ഭാഗ്യം. അല്ലാണ്ട് ഞാൻ എല്ലാ പുരയിലും ഇങ്ങനെ പോയി പറയണ്ടായിരുന്നു. അയ്യോ എൻ്റെ ഷീജ, അയ്യോ എൻ്റെ ഷീജ, അയ്യോ എന്താ സുതേച്ചി? എന്താണ്? എന്താ കരയാണ്ട് കാര്യം പറയും. എന്താ? അത് ഷീജ, എൻ്റെ മരുവൾ ഏതോ ഒരുത്തിനപ്പുറം ഒളിച്ചോടിയോലെ. നിങ്ങളെ മരുവോളോ? ആ ഷീജ പണിക്ക് പോയടുത്തുനിന്ന് പോയി കഴിഞ്ഞതാണ്. ഞാൻ എൻ്റെ മോൻ വിളിക്കുമ്പോ എന്ത് മറുപടി പറയൂ ഷീജെ? അയ്യോ എൻ്റെ പഠിച്ചോനെ. ഇല്ല സുതേച്ചിയെ, ഇവളെ കൊണ്ടായി നമ്മൾ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് തന്നെയല്ല മോളെ പറയുന്നേ. അമ്മ ഒന്നടക്കി. ഗ്രൂപ്പിലൊരു മെസ്സേജ് ഉണ്ടല്ലോ, സുതേച്ചിന്റെ മരുവൾ ഒളിച്ചോടിന്ന്. ആ, അത് കോള് വന്ന് പറഞ്ഞു. ആ അല്ല അമ്മേ, ഞാൻ സുതേച്ചിന്റെ മരുവളെ കണ്ടുപഠിക്കണോ? സുതേച്ചിന്റെ മരുവളെ പോലെ ആവണോ? വേണ്ട മോളെ. ഇപ്പൊ മനസ്സിലായില്ലേ ഒരൊറ്റ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റൂലെന്ന്.